നമുക്കപ്പോൾ ആദ്യത്തെ പാഠം ഒരു കവിതയാണ്. നീലി ചിടിയ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ്. കവിത എഴുതിയിരിക്കുന്നത് ഹരിവംശറായ് ബച്ചനാണ്. ഹരിവംശറായ് ബച്ചന്റെ കവിതയാണ് നീലി ചിടിയ. ചിത്രത്തിൽ നോക്കിയാൽ കാണാം നമുക്ക് അവിടെ ഒരു നീലി ചിടിയ, ഒരു നീല പക്ഷിയെ കാണാൻ സാധിക്കും. നീലി ഏക് നിരാലി ചിടിയ. ആസ്മാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ്. ആസ്മാൻ എന്ന് വെച്ചാൽ ആകാശമാണ്. എങ്ങനെയുള്ള ആകാശമാണ്? നീലേ ആസ്മാൻ. നീല എന്ന് വെച്ചാൽ നീല കളർ. നീലാകാശത്ത്. സേ എന്ന് വെച്ചാൽ നിന്നും. നീലാകാശത്തിൽ നിന്നും. ഉത്തരി. ഉത്തരി എന്ന് വെച്ചാൽ ഇറങ്ങി. നീലേ ആസ്മാൻ സേ ഉത്തരി. നീലാകാശത്ത് നിന്നും ഇറങ്ങി. നീലി ഏക് നിരാലി ചിടിയ. നീലി നീല കളറുള്ള. ഏക് ഏക് എന്ന് വെച്ചാൽ ഒരു. നീല ഒരു. നിരാലി ചിടിയ ഒരു പക്ഷിയാണ്. ആ പക്ഷി എങ്ങനെയുള്ളതാണ്? നിരാലിയാണ്. നിരാലി എന്ന് വെച്ചാൽ അതുല്യമായ, അപൂർവമായ ഒരു പക്ഷി ഇറങ്ങി വന്നു. എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്? നീലെ ആസ്മാൻ സേ, നീലാകാശത്ത് നിന്നും ഇറങ്ങി. ആരാണ് ഇറങ്ങിയത്? ചിടിയ. എങ്ങനെയുള്ള ചിടിയാണ്? നിരാലി ചിടിയ, ഒരു അപൂർവമായ പക്ഷി ഇറങ്ങി വന്നു. നീല കളറുള്ള ഒരു അപൂർവമായ പക്ഷി ആ നീലാകാശത്ത് നിന്നും ഇറങ്ങി. ഇതാണ് ആദ്യത്തെ രണ്ട് വരിയുടെ അർത്ഥം. നീലെ ആസ്മാൻ സേ ഉത്തരി, നീലി ഏക് നിരാലി ചിടിയ. അടുത്ത രണ്ട് വരികൾ നോക്കാം. ഗാത്തി ഉഡ്നെ വാലി ചിടിയ. ഗാത്തി ഉഡ്നെ വാലി ചിടിയ. ഉടുത്തി ഗാനെ വാലി ചിടിയ. ഉടുത്തി ഗാനെ വാലി ചിടിയ. ഇനി ആ പക്ഷി എന്താ ചെയ്യുന്നത്? ആ നീലാകാശത്ത് നിന്നും ഇറങ്ങി വന്ന പക്ഷി എന്താ ചെയ്യുന്നത്? ഗാത്തി എന്ന് വെച്ചാൽ പാടി. ഉഡ്നെ വാലി എന്ന് വെച്ചാൽ പറക്കുന്ന പക്ഷി, അതായത് പാടി പറക്കുന്ന പക്ഷി. ഗാത്തി ഉഡ്നെ വാലി ചിടിയ, പാടി പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ എന്ന് പറഞ്ഞാൽ, ഉടുത്തി എന്ന് വെച്ചാൽ പറന്ന്, ഗാനെ വാലി പാടുന്ന, പറന്ന് പാടുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ എന്ന് വെച്ചാൽ പറന്ന് പാടുന്ന പക്ഷി. പക്ഷി എന്ത് ചെയ്യുന്നു? പാടി പറക്കുന്ന പക്ഷി, പറന്ന് പാടുന്ന പക്ഷി. ഗാത്തി ഉഡ്നെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. അടുത്ത വരിയിലെ ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ. ഫുൻഗി എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടില്ല, പേടിക്ക് ഡാലി, അതിന് പകരമുള്ള വാക്കാണ്. മരച്ചില്ലയാണ്. ഫുൻഗി എന്ന് വെച്ചാൽ മരച്ചില്ല. ഇസ് ഫുൻഗി സേ, ഈ ചില്ലയിൽ നിന്നും. ഉസ് ഫുൻഗി പർ, അടുത്ത ചില്ലയിലേക്ക്. ഈ ചില്ലയിൽ നിന്നും അടുത്ത ചില്ലയിലേക്ക് എന്ത് ചെയ്യുന്നു? ഉഡ്കർ ജാനെ വാലി ചിടിയ. ഉഡ്കർ എന്ന് വെച്ചാൽ പറന്ന്, ജാനെ വാലി പോകുന്ന, പറന്ന് പോകുന്ന പക്ഷി. പക്ഷി എന്താ ചെയ്യുന്നത്? ഈസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ, ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലേക്ക് എന്ത് ചെയ്യുന്നു? പറന്ന് പോകുന്നു. ഈസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനെ വാലി ചിടി, ആ ചില്ലയിൽ നിന്നും ഈ ചില്ലയിലേക്ക് പറന്ന് പോകുന്നു. ഇനി ഇൻ പത്തോമേം ഉൻ പത്തോമേം, ആ ഇലകളിലും ഈ ഇലകളിലും. ഇൻ പത്തോമേം എന്ന് വെച്ചാൽ ഈ ഇലകളിലും, ഉൻ പത്തോമേം വെച്ചാൽ ആ ഇലകളിലും. പത്ത എന്ന് വെച്ചാൽ നമുക്കറിയാം ഇല, പത്തോം എന്ന് വെച്ചാൽ ഇലകൾ. എന്ത് ചെയ്യുന്നു? ചിപ്കർ ഗാനെ വാലി ചിടിയ. ചിപ്കർ എന്ന് വെച്ചാൽ മറഞ്ഞിരുന്ന്, ഗാനെ വാലി എന്ന് വെച്ചാൽ പാടുന്ന, മറഞ്ഞിരുന്ന് പാടുന്ന പക്ഷി. പക്ഷി എന്ത് ചെയ്യുന്നു? ഒരു ജില്ലയിൽ നിന്നും അടുത്ത ജില്ലയിലേക്ക് പറന്നു പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇലകളുടെ മറവിൽ, ആ ഇലകളിൽ നിന്നും ഈ ഇലകളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഒളിച്ചിരുന്ന്, ചിപ്കർ എന്ന് വെച്ചാൽ ഒളിച്ചിരുന്ന്, മറഞ്ഞിരുന്ന് പാടുന്നു ആ പക്ഷി. ആ പക്ഷി എന്തൊക്കെ ചെയ്യുന്നു? ഒരു ചില്ലയിൽ നിന്ന് അപ്പുറത്തെ ചില്ലയിലേക്ക് പോകുന്നു. അതേപോലെ ഇലകൾക്കിടയിലിരുന്ന് ഒളിച്ചിരുന്ന് പാട്ടുപാടുന്നു. പർ ഫഡ്കാക്കർ നീച്ചെ ആക്കർ ദാന ഖാനെ വാലി ചിടിയ. ഇനി എന്തൊക്കെ ചെയ്യുന്നു? പർ എന്ന് വെച്ചാൽ പങ്ക്, ചിറകാണ്. പർ ഫഡ്കാക്കർ എന്ന് വെച്ചാൽ ചിറകടിച്ചുകൊണ്ട്. പർ ഫഡ്കാക്കർ എന്ന് വെച്ചാൽ ചിറകടിച്ചുകൊണ്ട്. നീച്ചെ, നീച്ചെ എന്ന് വെച്ചാൽ താഴെ. ആക്കർ വന്നിട്ട്, താഴെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ചിറകടിച്ചുകൊണ്ട് താഴെ വന്നിട്ട്. ധാന എന്ന് വെച്ചാൽ ധാന്യം. ഖാനെ വാലി എന്ന് വെച്ചാൽ കഴിക്കുന്ന, ധാന്യം തിന്നുന്ന പക്ഷി. പക്ഷി എന്ത് ചെയ്യുന്നു? ചിറകടിച്ചുകൊണ്ട് താഴെ വന്ന് ധാന്യം കഴിക്കുന്നു. പർ ഫഡ്കാക്കർ നീച്ചെ ആക്കർ ദാന ഖാനെ വാലി ചിടിയ. അടുത്തത് നോക്കിയേ. ദാന ഖാക്കർ, ധാന്യം കഴിച്ചിട്ട്. പർ ഫഡ്കാക്കർ, ചിറകടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജഡ്, ജഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന്. ഉഡ് ജാനെ വാലി, പറന്ന് പോകുന്ന പക്ഷി. പക്ഷി എന്ത് ചെയ്യുന്നു? ധാന്യം കഴിച്ചിട്ട്. പർ ഫഡ്കാക്കർ, ചിറകടിച്ചുകൊണ്ട്. ജഡ്, ജഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പറന്ന് പോകുന്നു. എന്ത് ചെയ്യുന്നു? ചിറകടിച്ചുകൊണ്ട് താഴെ വന്ന് ധാന്യം കഴിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ധാന്യം കഴിച്ചിട്ട് ചിറകടിച്ചുകൊണ്ട് പെട്ടെന്ന് പറന്ന് പോകുന്നു.
ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. നേരത്തെ നമ്മൾ ഫുൻഗി പറഞ്ഞില്ലേ, ഫുൻഗിയുടെ അതേ അർത്ഥം തന്നെയാണ് ഡാലി വരുന്നത്. ഇസ് ഡാലി സെ ഈ ചില്ലയിൽ നിന്നും, ഉസ് ഡാലി പർ ആ ചില്ലയിലേക്ക് എന്ത് ചെയ്യുന്നു, ഉഡ് ഉഡ് ജാനെ വാലി പറന്ന് പറന്ന്, ഉഡ് ഉഡ് എന്ന് വെച്ചാൽ പറന്ന് പറന്ന്, ജാനെ വാലി പോകുന്ന പക്ഷി. പക്ഷി എന്ത് ചെയ്യുന്നു, ഇസ് ഡാലി സെ ഉസ് ഡാലി പർ, അതായത് ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ എന്ന് നമ്മൾ നേരത്തെ വരികളിൽ കണ്ടു. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ എന്ത് ചെയ്യുന്നു, ഉഡ് ഉഡ് പറന്ന് പറന്ന്, ജാനെ വാലി പോകുന്ന പക്ഷി. ഇനി എന്ത് ചെയ്യുന്നു, ലാഖ് ഭുലാവും ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി പക്ഷി. എന്ത് ചെയ്യുന്നു, ലാഖ് ബുലാവും കുറെ തവണ വിളിച്ചാലും, നമ്മൾ മലയാളത്തിൽ പറയില്ലേ 100 തവണ വിളിച്ചാലും എന്ത് ചെയ്യില്ല, ലേക്കിൻ എന്നാൽ, മേരെ പാസ് എൻ്റെ അടുത്ത്, ന ആനെ വാലി ചിടിയ എൻ്റെ അടുത്ത് വരാത്ത പക്ഷി. കുറെ തവണ വിളിച്ചാലും, ലാഖ് എന്ന് വെച്ചാൽ ശരിക്കർത്ഥം ലക്ഷം എന്നാണ്, ബുലാവ് എന്ന് വെച്ചാൽ വിളിച്ചാലും, ലക്ഷക്കണക്കിന്, അത് കുറെ 100 തവണ വിളിച്ചാലും കുറെ തവണ വിളിച്ചാലും എന്ത് ചെയ്യുന്നില്ല, മേരെ പാസ് എൻ്റെ അടുത്തേക്ക്, ന ആനെ വാലി ചിടിയ എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി. നീലാകാശത്ത് നിന്നും ഇറങ്ങി വന്ന ഒരു അപൂർവമായ ഒരു നീലപക്ഷി അതെന്ത് ചെയ്യുന്നു, ഗാത്തി ഉഡ്നെ വാലി ചിടിയ പാടി പറക്കുന്ന പക്ഷി, ഉടുത്തി ഗാനെ വാലി ചിടിയ പറന്ന് പാടുന്ന പക്ഷി. ഇത്രയാണ് ഈ പാഠത്തിലെ കവിതയിൽ പറയുന്നത്.